Morning vibes of Kottayam. Space-ലാണ്. 2024 October 1816. ഇന്ന് മോനെ ഡേറ്റ് എത്ര മോനെ? 14 അല്ലേ? October 14, 2024. We are heading for a dentist, probably in Karabachal. Let's see, place Monday morning, 9 o'clock. All are busy going school, going to office. Oh, എവിടുന്നാ മലബാർ കോഫി കുടിച്ചല്ലേ? കോളേജ് ഇന്നലെ കണ്ട അപ്പച്ചൻ പഠിപ്പിച്ച അൽഫാച്ചൻ്റെ അതെ പുള്ളി ഏറ്റവും നല്ല സ്കൂളായിരുന്നെന്ന് പറഞ്ഞു. അതെ അതെ കോളേജ് ഹൈസ്കൂൾ അല്ല ഓരോ കാര്യങ്ങൾ അറിയുന്നതേ. പിന്നെ ഒമ്മനെ ആ നാഗാലാൻഡിൻ്റെ ചരിത്രം, ഓമനമ്മയുടെ ടീച്ചർ ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു, അവിടെ വെച്ചാണ് മരിച്ചു പോകുന്നത്. പുള്ളിക്കാരിക്ക് ഒരു 2 വർഷം മുമ്പാണ് അദ്ദേഹം അത്രയും വർഷം മുമ്പ് മരിച്ചതാണെങ്കിലും ആ ക്യാൻറ്റീൻ ഫെസിലിറ്റി പുള്ളിക്കാരുടെ ഡിസ്ചാർജ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആ ഡെത്ത് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വെച്ച് പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അയച്ചു കൊടുത്തില്ല. ആ അമ്മച്ചിക്ക് കോവിഡിന് ശേഷം അവർക്കിപ്പം ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്. അല്ല അത് എൻ്റെ ചെറുപ്പത്തിലാണ് സംഭവിച്ചത്. വളരെ വെരി ഫ്യൂ ഇയേഴ്സേ അവർ മാരീഡ് ലൈഫ് ഉള്ളത്. ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് നാഗാലാൻഡിൽ എന്നും നാഗാക്രമമല്ലേ, അപ്പോൾ ആംബുഷ് ഉണ്ടായ മിലിറ്ററിക്കെതിരെ എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഇപ്പോഴും ആ മെയ്തി കുക്കിയൊക്കെ അതിന്റെ ബാക്കി തന്നെയാണ്. ഇപ്പോഴും അവിടെ പോകുന്നവർക്ക് ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കുക്കികളാണല്ലോ എപ്പോഴും ഈ ഒളിയാക്രമണത്തിന്റെ ആൾക്കാർ. ഈ മണിപ്പൂരിന്റെ പ്രശ്നവും നാഗാലാൻഡിന്റെ പ്രശ്നവും ഇതൊക്കെ ചൈനയുടെ ഇൻഫിൽട്രേഷനും ഉണ്ട്. ഹിമാചലും നോർത്ത് ഈസ്റ്റാണ് എല്ലാം അവർ കണ്ണു വെച്ചേക്കുന്നത്. അതെ അതെ അത് പീപ്പിൾ ആർ ഓൾമോസ്റ്റ് സെയിം DNA ആണ്. മാമച്ചനെ ഒന്ന് കാണണമായിരുന്നു. പണ്ട് ദീപികയുടെ പുറകിലുണ്ടായിരുന്നു അല്ലേ ഷൈനി? അതെ അതെ അയ്യോ ജോർജിനെ ഒന്ന് ഇപ്പം രാവിലെ കയറി കണ്ടിട്ട് പോകും. അത് നമ്മുടെ പുതുപ്പള്ളി കവലെന്നേ ആ ഇടത്തോട്ട് മണറാണ്ട് പോകുന്നൊരു വഴിയില്ലേ, നേഹെ കണ്ടിട്ട് തിരിച്ചാ വഴിക്ക് വരാം. അതെ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ്. അതെ അതെ We are entering ശാസ്ത്രി. ഇത് ഏത് റോഡ് മണി? ശാസ്ത്രി അല്ല, ഇത് എറണാകുളം റോഡാണ്, കോട്ടയം എറണാകുളം. CSI
ഷോപ്പിംഗ് കോംപ്ലക്സ്. ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതല്ലേ ബേക്കർ സ്കൂളിന്റെ entrance അതെ അല്ലേ? അതെ ബേക്കർ സ്കൂൾ. ബേക്കർ സ്കൂളിൽ ഒരു എൻട്രൻസ്. See the beauty of Kottayam early morning. See, people are just coming into offices, getting ready for their work. ഇതാണ് YMCA കോട്ടയം. YMCA, yes. YMCA, YMCA, YWCA. ഓ, അമ്മാമ്മയ്ക്ക് ഇവിടെ membership ആണ്. അമ്മച്ചി ഇവിടെ വരുമല്ലോ, ആൻറ്റി ഇവിടെ വരുമല്ലോ. വലിയ പരിപാടികളാണോ? അതെ അതെ. ഇനി ബ്ലോഗിൽ കൂടെ അപ്പച്ചി അത് ഇത്. കോട്ടയം YWCA വളരെ ആക്റ്റീവായിട്ടുള്ള YWCA. ഇതൊക്കെ ഒരു ബ്രിട്ടീഷ് ഇതുള്ള ഒരു അവരുടെ ഒരു സോഷ്യോ കൾച്ചറൽ Bihar is Nagambadam 2024 Nagambadam. Beautiful colored buses. ഇപ്പറയും ബസ് സ്റ്റാൻഡ് ഉണ്ടോ? അതതിൻ്റെ എൻട്രൻസ്. സ്റ്റോപ്പ് ബസ് ഇങ്ങനെ കറങ്ങി വരും. അപ്പം പഴയതിൽ നിന്ന് മാറ്റിയായിരുന്നു. ശരി. പണ്ട് ഒരു സെറ്റൊക്കെ ഉള്ളായിരുന്നു. മോനെ ഗ്യാസ് ഒന്ന് ഫില്ല് ചെയ്തേക്കാം കേട്ടോ. അങ്ങോട്ട് ചെല്ലാം. ഞാൻ ഇന്നലെ റൈറ്റ് ഹാൻഡ് സീറ്റ് ഇരുന്നോട്ടെ ഓട്ടോമാറ്റിക് സ്വല്പം ഓടിച്ചു. രാജാൻ്റെ വണ്ടിയിലേ അത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് കണ്ടില്ല. എനിക്ക് പിന്നെ ലെഫ്റ്റും റൈറ്റിൻ്റെ ഒരു സ്വല്പം കണ്ടു. അത് 2 ദിവസം ഓടിക്കഴിയുമ്പോഴത്തേക്കാണ്. പിന്നെ നമ്മളിവിടെ എല്ലാം ഓടിച്ചതാണ്. അതെ. എന്നാലും ഈ സിറ്റിക്കകത്ത് അങ്ങ് congested ആണ്. നമ്മളിവിടെ വൺവേയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു Where is the Kottayam railway station? This is the entrance of Kottayam railway station. A very heavy traffic always. A beautiful station for the last maybe 50 years, 60 years. Yeah, yes. Modified railway station. എപ്പോഴേലും വന്ന റെൻ്റെക്കാർ ലോങ് ലീവൊക്കെ ഉണ്ട്, റെൻ്റെക്കാരൊക്കെ എടുത്താലേ നമുക്ക് കുറച്ചൊക്കെ കുറച്ചാലും മല്ലപ്പള്ളി കുത്രപ്പള്ളിയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ. ഇപ്പൊ ഒത്തിരി പേരുണ്ടായി. മീൻസ് ഡ്രൈവ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവര് എയർപോർട്ടിൽ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിടും. അവര് ഡെലിവറി കൊടുക്കും അവിടെ എയർപോർട്ടിൽ. മാരുതിയുടെ തന്നെ ഈ ഇൻഡസ്കാർക്കൊക്കെ അവരുടെ തന്നെ ഈ പണ്ട് നമ്മുടെ ദുബൈയിലൊക്കെ ഉള്ളവരെ നാഷണൽ റെൻ്റ് കാറും അതുപോലൊക്കെ ഉള്ള എല്ലാവരും ഹെഡ്സ്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഡിഫറെൻ്റ്. ഒഫീഷ്യൽ അങ്ങനെ ഓതറൈസ്ഡ് ഡ്രൈവിംഗ് ഇതാണെങ്കിൽ റെൻ്റ് കാറാണ്. ഓക്കെ ഓക്കെ. എല്ലാ സ്കൂൾ പിള്ളേരാണേ ഓരോന്നൊക്കെ പഠിക്കാൻ വരുന്ന IITSഉം. അതെ. ഇവിടെ എല്ലാം സ്കൂളല്ലേ, MP സെമിനാരി. ശരി, നമുക്ക് ആ ഫ്ലാറ്റ് ഒന്ന് 2 ഫ്ലോർ റെൻ്റ് ഔട്ട് ചെയ്യാൻ ഒരു ആഡ് കൊടുത്താലോടി. നമ്മൾ സ്ഥലത്തില്ലാത്തോണ്ട് വലിയ പ്രയാസം വരും ഇറക്കിവിടാൻ. ഈ നാട്ടിൽ വീട് പണിയിച്ചിട്ടോളം എല്ലാം കൂട്ടിയിട്ടേക്കോ.
ഏജൻസികൾ കഴിഞ്ഞ വേണം. പ്രാവശ്യം നമ്മൾ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവിച്ച 2 പ്രാവശ്യം അനുഭവിച്ച ടെൻഷൻ എന്ന് പറഞ്ഞ ചില്ലറയാണ്. ടെൻഷൻ അയക്കായിരുന്നല്ലേ അത് കീപ്പ് ചെയ്യാൻ. അതെ, ഈ വയസ്സാകാൽ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ടാകുകയാണ്. അതെങ്ങനെ ഊരിപ്പോ അത് പെടാപ്പാട് പെട്ടതായിരുന്നു. 10 വർഷത്തേക്ക് അയാള് കൂട്ടിടുന്നു, തല്ലി പൊട്ടിക്കുന്നു, രാത്രി പോകുന്നു, പകല് പോകുന്നു. അതിന് ഇപ്പൊ ഏതോ ആരാണ്ട് അങ്ങനെ ചാക്കിലാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏത് പുതിയ അതപ്പോ കാഞ്ഞിരപ്പാറ ഇന്നലെ നമ്മൾ പോയ വഴിക്ക് അവിടെ അകത്തോട്ട് അങ്ങണ്ട ഞാൻ ആ കോളേജ് കാണിച്ചിട്ട് ഇടത്തോട്ട് ഒരു നല്ലൊരു റോഡ് കണ്ടായിരുന്നു. ആ റോഡിലെങ്ങാണ്ടാ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ അയക്ക് സ്റ്റുഡൻസ് ഒക്കെ കുറയും മോനെ. കാരണം ഉണ്ട്, ഓൾറെഡി ഏതാണ്ടൊക്കെ വിഷയമുണ്ട്. ഉണ്ടോ? പിന്നെ കാരണം ഇപ്പം സ്റ്റുഡൻസും എല്ലാം പുറത്തു പോയി. പിന്നെ ഇപ്പം പേരൻസ് എന്നൊക്കെ പറയുന്നത് പഴയ പോലെ ഒന്നുമല്ല. എഡ്യൂക്കേറ്റഡ് പിള്ളേർ അവരും ഇപ്പം പേയ്മെന്റ് സീറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലെ അവർക്കും കാര്യങ്ങളൊക്കെ നല്ല ഗ്രാഹ്യമുള്ള പേരൻസ് അല്ലേ. അവരും നോക്കും ഹോസ്റ്റൽ ഏതാ, സ്വന്തമാണോ അല്ല റെന്റഡ് ആണോ, അതിന്റെ ചുറ്റുവട്ടം എങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ മദ്യം മയക്കുമരുന്നൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായത് കാരണം പേരൻസ് അതിനെപ്പറ്റി വളരെ കൺസേൺഡ് ആണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ ഒരു സീറ്റുകൾ കാലി കിടക്കുമ്പോഴേ